സസ്പെൻഷൻ ഉത്തരവിനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ ഇന്ന് കോടതിയെ സമീപിക്കും. തന്നെ സസ്പെൻഡ് ചെയ്യാൻ വിസിക്ക് അധികാരമില്ലെന്നാകും രജിസ്ട്രാറുടെ വാദം. സസ്പെൻഷൻ തീരുമാനം ചർച്ച ചെയ്യാൻ ഉടൻ സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന ഇടത് അംഗങ്ങൾ വിസിയുടെ ചുമതല വഹിക്കുന്ന സിസ തോമസിനെ നേരിൽ കണ്ട് ആവശ്യപ്പെടും. സിൻഡിക്കേറ്റ് യോഗം വൈകിച്ചാൽ അക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. അതേസമയം കേരള സർവകലാശാല വിസിക്കെതിരെ ദേശാഭിമാനി എഡിറ്റോറിയൽ ലേഖനം വന്നിരിക്കുകയാണ്. മോഹൻ കുന്നുമ്മൽ RSSന്റെ ദാസ്യപ്പണി എടുക്കുന്നുവെന്നും വിസി ആകാനുള്ള അടിസ്ഥാന യോഗ്യത പോലും കുന്നുമ്മലിനില്ലെന്നുമാണ് വിമർശനം. സർവകലാശാലകളെ സംഘപരിവാറിന്റെ ആലയിൽ കെട്ടാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നും വിമർശനമുണ്ട്. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുള്ള നടപടി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇതേ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നതാണ്. RSSന്റെ വിടുവേല ചെയ്യുന്ന ആളായി വിസി മാറുകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ വന്നു. ആ നയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് കൂടുതൽ ശക്തമാകുന്നു. ഈ ദേശാഭിമാനി എഡിറ്റോറിയൽ ആ നയം കൂടുതൽ വ്യക്തമാക്കുന്നു എന്നതാണ് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സസ്പെൻഷൻ നടപടിക്കെതിരെ കേരള സർവകലാശാല വൈസ് ചാൻസലർ അനിൽകുമാർ ഇന്ന് കോടതിയെ സമീപിക്കും. തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സർവകലാശാല നിയമവും ചട്ടവും അനുസരിച്ച് ഇല്ല. അത് ചട്ടവും അനുസരിച്ച് വിസിക്ക് ഇല്ല എന്ന നിലപാട് തന്നെയാണ് രജിസ്ട്രാർക്കുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും അത്തരത്തിലൊരു അനുകൂല കോടതി വിധി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടല്ല, നമുക്ക് ഈ ആരോഗ്യ മേഖലയിൽ ആദ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയത് ഡോക്ടർ ഹാരിസ് ആണ്, മെഡിക്കൽ കോളേജ് ആശുപത്രി യൂറോളജി വിഭാഗം മേധാവി. ഇന്നലത്തെ സംഭവങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിർണായകമാണ്. ആ പ്രതികരണം ഇപ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹമാണ് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാട്ടിയ ഒരു ആരോഗ്യരംഗത്തെ തന്നെ ഒരു വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്കാണ് അദ്ദേഹം ഇവിടെ പ്രതികരിക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാനില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വന്നാൽ, സർവകലാശാല വിഷയത്തിൽ ഗവർണർക്കെതിരെയുള്ള സർക്കാരിൻ്റെ പോരിൻ്റെ ഭാഗമായി തന്നെ അത് മാറുകയാണ്. വിസി അതിലൊരു ഇപ്പോഴത്തെ കോടതിയിൽ പോകുന്നത് വഴി വിസി പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായും ഒരു അനുകൂല ഉത്തരവുണ്ടാകും. കാരണം സർവകലാശാലയുടെ നിയമപ്രകാരവും ചട്ടപ്രകാരവും വിസിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം വിസിക്കില്ല. അത് ചോദ്യം ചെയ്ത് കോടതിയിൽ പോയാൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരാകട്ടെ CPM ആകട്ടെ ഈ വിഷയം ഗവർണർ സർക്കാർ പോരിൻ്റെ തുടർച്ചയായി തന്നെയാണ് കാണുന്നത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് കേരള സർവകലാശാല വിസി പ്രവർത്തിക്കുന്നത്. ദാസ്യപ്പണി ചെയ്യുന്നു അദ്ദേഹം എന്ന വിമർശനവുമായാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഇന്ന് വന്നിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ വിഷയം ചർച്ചയ്ക്ക് വരും. ഏതായാലും സർവകലാശാലയിലെ തർക്കങ്ങൾ സർക്കാർ ഗവർണർ പോരിൻ്റെ പുതിയ തലമായി മാറുകയാണ്. ഗവർണറുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വൈകാതെ ഉണ്ടായേക്കും. ഏതായാലും ഈ സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന നിലപാട് വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തിയത്. പക്ഷേ അദ്ദേഹം ഓഫീസിലേക്ക് നേരിട്ട് കടക്കാൻ തയ്യാറായിരുന്നില്ല. കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് വിധി തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഈ സെനറ്റ് യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നത്, നേരത്തെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിസിക്ക് കത്ത് നൽകിയത്. ഇപ്പോൾ ഇന്ന് വീണ്ടും സിസ തോമസ് നേരിട്ട് കണ്ട് സിൻഡിക്കേറ്റ് യോഗവും സെനറ്റ് യോഗവും ചേരണമെന്ന് ആവശ്യപ്പെടാനും കേരള സർവകലാശാലയിലെ ഇടതംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും രജിസ്ട്രാർക്ക് പിന്നിൽ ശക്തമായി നിലകൊള്ളുകയാണ് സർക്കാർ. വിസിയെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കാനുള്ള അധികാരം വിസിക്കില്ല എന്നത് ആവർത്തിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതും മന്ത്രി ചെയ്യുന്നതും എന്നതാണ്. എന്തായാലും ഇപ്പോൾ ദേശാഭിമാനിയിലടക്കം വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് എന്നതാണ് വി അരുൺ റിപ്പോർട്ട് ചെയ്തത്.